സ്വാഗതം സയന ടാരോ കാർഡ് റീഡിലേക്ക്. ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്പെഷ്യൽ റീഡാണ്. ആദ്യമായിട്ടാണ് ഈ കാർഡ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് ലൈഫ് ടാരോ കാർഡുകളാണിത്. ഇതിൽ ഞാൻ 4 കാർഡുകൾ എടുത്തു വയ്ക്കും. ഇതിലൊരു കാർഡ് താങ്കൾ ചൂസ് ചെയ്യണം. പാസ്റ്റ് ലൈഫിലെ എന്ത് കാര്യമാണ് ഈ ലൈഫിൽ താങ്കളെ ഇപ്പോൾ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന റീഡാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാർഡ് ചൂസ് ചെയ്യുന്ന താങ്കളാണ്. അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് ഇതെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ 1, 2. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് താഴെയാണ് വെച്ചിട്ടുള്ളത്. ഒരു കാർഡ് കൂടി ഞാൻ എടുക്കുന്നു. 4. ഇതിലേതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക. 1, 2, 3, 4. അത് കഴിഞ്ഞിട്ട് ഇതാണ് താങ്കളുടെ ഇപ്പോൾ ജീവിതത്തിൽ ഒന്നാണ് താങ്കൾ ചൂസ് ചെയ്തെങ്കിൽ ഇതാണ് താങ്കളുടെ പാസ്റ്റ് ലൈഫിലെ പ്രശ്നം താങ്കൾ നിൽക്കുന്നത്. വോർസ് ആൻഡ് ബാറ്റിൽസ് എന്ന് പറയുന്ന കാർഡാണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രകാരം താങ്കൾ ഒരു യുദ്ധം ചെയ്യുന്നൊരു ഭൂമിയിൽ വർക്ക് ചെയ്തിട്ടൊരാളാണ്. അത് തീർച്ചയായിട്ടും ഒരുപാട് പോരാട്ടങ്ങൾ കണ്ടിട്ട് അവിടെ വെച്ച് അപ്രതീക്ഷിതമായി താങ്കളെ വിശ്വസിക്കുന്ന ഒരാൾ താങ്കളെ ചതിച്ച് കൊന്നു. അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു ട്രോമ ഇതിലും നമുക്ക് ഒരുപാട് ബാറ്റിൽസും ഫൈറ്റും ചെയ്യാൻ തോന്നുന്നതാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ട്രോമ, ഈ ചതിച്ച് കൊല്ലുമ്പോൾ നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ ചെയ്തു എന്നതിൻ്റെ ഒരു ട്രോമ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്ത് പറയുന്നത് വെച്ചാൽ അതേപോലത്തെ ആളുകളുമായിട്ട് നമ്മൾ അട്രാക്റ്റ് ചെയ്യും. ഇത് അവർ ഈ ജീവിതത്തിൽ നമ്മളോട് ചെയ്യും. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. 2 എന്ന് പറയുന്ന കാർഡാണ് ചൂസ് ചെയ്തെങ്കിൽ ഫാദർ എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പാസ്റ്റ് ലൈഫിൽ താങ്കളുടെ ഫാദർ ആരായിരുന്നു ആ വ്യക്തി തന്നെയാണ് ഈ ലൈഫിൽ താങ്കൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ ഒരു ബന്ധം എന്ന് പറയുന്ന അച്ഛനായിട്ടൊരു കാർമിക് റിലേഷൻഷിപ്പാന്ന് പറയും. അത് തുടരുന്നതാണ്. ഇതൊരു ഭാഗ്യമാണ് ഈ കാർഡ് കിട്ടുക എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാർഡ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തെങ്കിൽ അത് ഫോബിയാസ് എന്ന് പറയുന്ന കാർഡാണ്. ഫോബിയാസ് എന്ന് പറയുന്നത് പല വസ്തുക്കളോട് ഇതിനോടുള്ള ഭയമാണ്. ഉദാഹരണത്തിന് പാറ്റ, ഉയരങ്ങൾ, സ്ഥലം. ഇത് തീർച്ചയായിട്ടും ഇതിന് കാര്യം വെച്ചാൽ കഴിഞ്ഞ ഇതിൽ താങ്കളെ ആരോ ഇതേപോലെ ഭയപ്പെടുത്തിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. അത് ആ ജന്മം കഴിഞ്ഞിട്ടും താങ്കളുടെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് മറ്റാർക്കും ഇല്ലാത്ത ചില ഫോബിയകൾ, ഭയങ്ങൾ താങ്കളുടെ ഉള്ളിലുണ്ടാവും. അത് ഈ കാർഡ് താങ്കൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി 4 താങ്കൾ ചൂസ് ചെയ്തെങ്കിൽ ഇതിലെ ട്രോമ എന്താണെന്ന് നോക്കാം. നേറ്റീവ് അമേരിക്കൻ എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നേറ്റീവ് അമേരിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്നതാണെങ്കിൽ ആദിമ മനുഷ്യൻ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രകൃതിയോടും അതിനോടും ഒരു അനുകമ്പയും സ്നേഹമുള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളിലൊരിത് കാണുമ്പോൾ താങ്കളുടെ ദേഷ്യവും ഇതും വരുന്നുണ്ടാവാം. ആ ഒരു ഇതാണ് അപ്പോൾ താങ്കൾ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 കാര്യങ്ങൾ ഇതാണ് പാസ്റ്റ് ലൈഫിൽ ഇപ്പോൾ താങ്കൾ ഇതാക്കുന്നത്. ഈ റീഡ് വളരെ സ്പെഷ്യലായിട്ട് ആദ്യമായിട്ട് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.